ഇന്നത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നാളെ ലീവാണല്ലോ എന്നാലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ, ഒരു മനസ്സുഖം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിലോട്ട് വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം വാങ്ങാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ തണുപ്പത്ത് ഇതാ ഒരാൾ ഐസ്ക്രീം എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ റസ്ലും ആദ്യം പറഞ്ഞു പുട്ടും പഴവും മതിയെന്ന്. പിന്നെ ഇവിടെ എല്ലാവർക്കും പുട്ടും പഴവും ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് കറിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ എന്താ പിറ്റേ ദിവസം രാവിലെ ആയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയി. അതുണ്ടായത് റസ്ലിയുടെ മദ്രസയെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഇതാ ഞാൻ പുട്ടുണ്ടാക്കാൻ പോവുകയാണേ. ഇത് നമ്മളൊന്ന് പുട്ടുപൊടി മാറ്റി പിടിച്ചു കേട്ടോ. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഉപ്പ് വെള്ളം കലക്കിയതും കൂടി ഒഴിച്ചിട്ട് മാവ് മിക്സ് ചെയ്തെടുത്തത്. പുട്ടൊക്കെ ആവിയേറ്റാൻ വേണ്ടി വെച്ചു കൊടുത്തു. മീൻകറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇപ്പുറത്ത് അടുപ്പിലും വെച്ചു കൊടുത്തു കേട്ടോ. പുട്ടൊക്കെ റെഡി ആവണുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കിയപ്പോഴേ കാലാവസ്ഥ അടിപൊളിയായിട്ടുണ്ട്. നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഇക്കാക്ക് പുട്ടൊക്കെ കൊടുത്ത ശേഷം ഞാനും ഉമ്മയും കൂടിയിട്ട് ഇതാ കഴിക്കുകയാണ്. ഉമ്മയും ഞാനും മീൻകറി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. റസ്ലൊക്കെയും പഴം കൂട്ടിയിട്ടും ഞങ്ങൾ കഴിച്ച ശേഷം ഒരു കുഞ്ഞ് ട്രിപ്പ് പോവാണ്. പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അപ്പോൾ ബാക്കി വീഡിയോസായിട്ട് നാളെ കാണാം. ഓക്കെ ബൈ, ടാറ്റാ.